ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖം തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായി, വിളക്കൊക്കെ വെച്ചു? അതോ വിളക്ക് വയ്ക്കാൻ പോവാണോ? ഞാൻ വിളക്ക് വയ്ക്കാൻ പോവാണ്. പിന്നെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ. എന്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്നും എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ എന്നെ പ്രോത്സാഹനം ഉണ്ടാവില്ല. അവിടെ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നൊന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് കൊടുക്കാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും തന്നിട്ട് എന്നെ സഹായിക്കണേ. പിന്നെ കമൻറ്റ് ചെയ്താനും മറക്കരുത്, കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വിളക്ക് വയ്ക്കാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ തോന്നി. അതാണ് ഓടി വന്നത്. അതായത് സൗന്ദര്യത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖസൗന്ദര്യം അതൊന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാര ശൈലികൾ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നമ്മുടെ സൗന്ദര്യം എന്ന വ്യക്തിത്വത്തെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ സൗണ്ട്, നമ്മുടെ വർത്തമാനം നമ്മൾ പറയുന്നത് സൗണ്ട് കുറച്ച് സംസാരിക്കുക. നാലാൾ നിൽക്കുന്നിടത്തായാലും, നമ്മൾ ബന്ധുക്കളുടെ അടുത്തായാലും, നമ്മളുടെ ഭർത്താവിൻ്റെ അടുത്തായാലും, ആരുടെ അടുത്തായാലും സൗണ്ട് കുറച്ച് നമ്മൾ സംസാരിക്കുക. ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ആരോടും സംസാരിക്കുക. മെയിൻ അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഇതിന് ചിലവർ പറയും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പറ്റില്ല, ഇന്നത്തെ കാലം അങ്ങനെ പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുന്ന കാലമാണെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ നമ്മളായിട്ട് ഇരിക്കാൻ നോക്കുക. അതായത് സൗണ്ട് കുറച്ച് സംസാരിക്കുക. അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അതിൽ തന്നെ നമ്മുടെ സൗന്ദര്യം കൂടും കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക. ഇപ്പോൾ ഒരു കുടുംബക്കാരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടോപ്പിക്കാണോ അവിടെ ഇടേണ്ടത് ആ ഒരു ടോപ്പിക്ക് മാത്രം അവിടെ സംസാരിച്ച് ഒതുങ്ങുക. വേണ്ടാത്ത സംസാരങ്ങൾ അതിൽ നമ്മൾ സംസാരിക്കണ്ട. അതിൽ നമ്മുടെ എനർജിയും പോവും. എന്തിന് പിന്നെ നമ്മളങ്ങനെ സംസാരിച്ചിട്ട് വെറുതെ വലിച്ചു നീട്ടുന്നത്? കാര്യമായത് എന്താണോ അത് പറയുക. അത് കേട്ടിട്ട് അത് അംഗീകരിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ വാട്സപ്പ് വഴിയൊക്കെ കുറേ ഫ്രണ്ട്സുമാർക്ക് പലതും അയക്കൂലേ. ചിലവർ വാട്സപ്പ് വഴിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അയക്കും. അതൊന്നും അയക്കാണ്ട് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, വെറുതെ ആവശ്യമില്ലാതെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് കേട്ടോ. അതൊക്കെ നാളത്തേക്ക് ഒരു അപകടകരമായ കാര്യമാണ്. ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നു, അതുപോലെയല്ല നമ്മുടെ വാട്സപ്പ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. പലവരും പല കാര്യങ്ങളും ചോർത്തിയെടുത്തിട്ട് അത് നാളെ പബ്ലിസിറ്റി ആക്കും. നമ്മുടെ കാര്യങ്ങൾ അധികം ആരോടും പറയാതിരിക്കുക, അത് മെയിൻ കാരണമാണ് കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കരുത്. എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതൊന്നും എല്ലാ കാര്യങ്ങളും അങ്ങനെ പങ്കുവയ്ക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പോൾ വീട്ടിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ വോയിസ് കോളോ വീഡിയോ കോളോ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമ്മൾ വലിയൊരു അപകടത്തിലേക്കാണ് പോണത്. നമ്മുടെ വിലയാണ് അവിടെ പോണത്, നമ്മുടെ സംസ്കാരമാണ് പോണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചുറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മളെ ഫ്രണ്ട്സുമാരോടായാലും നമ്മളെ ചുറ്റോടുള്ള ആൾക്കാരായാലും അവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് സംസാരിക്കുക. ഒരുപാട് ചേർന്ന് അടുത്ത് പോയിട്ട് നിന്നിട്ട് നമ്മുടെ സ്വന്തമായി നമ്മൾ ചിലവരുണ്ട്, നമ്മൾ ഒരു ഫ്രണ്ട്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിക്ക് ഫ്രണ്ടായതുപോലെ നമ്മൾ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് സംസാരിക്കുക. പിന്നെ തൊട്ടടുത്തടുത്ത് അങ്ങനെ അതിനേക്കാളും കുറച്ച് അകന്ന് നിന്നിട്ട് സംസാരിക്കുക. ആവശ്യത്തിന് മാത്രം എല്ലാം തുറന്ന് പറയുക. അല്ലാതെ നമ്മൾ ഒരുപാട് ഇതായിട്ട് സംസാരിക്കരുത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. അല്ലാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു ബിരിയാണിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമാരും അല്ലെങ്കിൽ ഫ്രണ്ട്സുമാരുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളുടെ ഒരു കല്യാണ പരിപാടി, പാർട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ വട്ടേനെ കൂടിയിട്ടിരുന്നിട്ട് ചിലവരുണ്ട് ഭയങ്കര നല്ലൊരു പവറടിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കും. ചിലവരെന്ത് ചെയ്യും, ഈ സംസാരിച്ചു കൊണ്ടേയിരിക്കും, ആ ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കാനുള്ള ഇത് കാണിക്കില്ല, എന്നിട്ട് വെറുതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഭക്ഷണം കഴിക്കുമ്പം പരിപൂർണമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് ആ ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. ഒരു ബിരിയാണിയാണ്, അല്ലെങ്കിൽ ഒരു സാമ്പാറും ചോറുമാണ് കഴിക്കണേ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ആണെങ്കിൽ അതിനെ നല്ല സ്നേഹത്തോടു കൂടിയിട്ട് അത് ആസ്വദിച്ച് കഴിക്കുക. അല്ലാതെ വാരി വലിച്ച് കുറേ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഗുണവുമാണോ ഒന്നും അറിയാണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എവിടെ പോയാലും ഭക്ഷണം നല്ലോണം ആസ്വദിച്ച് സമാധാനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. ഓക്കെ. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് മാറി നിന്ന് സംസാരിക്കുക. അതായത് മാന്യമായിട്ട് മാറി നിന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരാളെ കണ്ട്, അപ്പോൾ ആ ആളുടെ ഒന്നില്ലെങ്കിൽ അവരുടെ സാരി കൊടുത്തത് കണ്ട് നല്ല ഭംഗിയിൽ സാരി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പബ്ലിക്കായിട്ട് അവർ ഉറക്കെ നമ്മളിങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട്, എടി നിൻ്റെ സാരി സൂപ്പർ, നിൻ്റെ സാരീന് നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുമ്പോൾ പറയാണ്, ഫ്രണ്ട് അവളെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ അവളെ കണ്ട വശം നമ്മൾ പറയണേ, ഓ എന്തൊരു തടിയാണ് നീ വെച്ചത്, അല്ലെങ്കിൽ നീ എന്തേ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ, ഓ എൻ്റെ മോളെ നീ നിൻ്റെ മക്കൾക്കൊന്നും കൊടുക്കുന്നില്ലേ, നിൻ്റെ കുട്ടികളൊക്കെ എന്താ ഇത്ര ക്ഷീണിച്ചിട്ടിരിക്കണേ, നീ അങ്ങ് നല്ല തടിച്ചല്ലോ. ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ. പിന്നെ ഭർത്താവിനെ കുറിച്ചിട്ട്, എടീ നിൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ, പിന്നെ നിൻ്റെ ഭർത്താവ് ഇപ്പം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒരു മാന്യമല്ലാത്ത സംസാരമില്ലേ, അത് ഒഴിവാക്കുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ എന്ത് വേണം, നിങ്ങൾക്കത് അറിയണമെന്ന് താല്പര്യമുണ്ടോ? അവളുടെ സാരീനെ പോയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വാലറ്റ് ബാഗ് ഇട്ടിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ബാഗിനെ കുറിച്ചിട്ട് പറയണോ? പബ്ലിക്കായിട്ട് പറയാണ്ട് നേരിട്ട് അടുത്ത് പോയിട്ട് നിന്നിട്ട് സംസാരിക്കുക. എടീ സൂപ്പറായിട്ടുണ്ട് നിന്നെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, നിൻ്റെ ഡ്രസ്സ് നല്ല സൂപ്പറാണ്, അല്ലെങ്കിൽ നിൻ്റെ ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ് കേട്ടോ, അല്ലെങ്കിൽ നിൻ്റെ നല്ല ബാഗ് എത്ര രൂപയായി ഇതിന്, നിൻ്റെ നല്ല ബാഗാട്ടോ. അങ്ങനെയൊക്കെ അടുത്ത് പോയിട്ട് നിന്ന് സംസാരിക്കുക. അല്ലാണ്ട് ഉറക്കെ സംസാരിക്കുക, മാന്യമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് നിന്നിട്ട് പോയിട്ട് പറയുക, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് അങ്ങനെ പറയുമ്പോൾ അത് അവർക്കും ഒരു നാണക്കേടാണ്. നമുക്ക് നാണക്കേടില്ല പറഞ്ഞിട്ട് അവർക്ക് നാണക്കേടില്ലാണ്ടിരിക്കണ്ടല്ലോ. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ചമ്മലായിരിക്കും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അയ്യോ എൻ്റെ ബാഗിന് ചിലപ്പോൾ അത് എടി നിൻ്റെ ബാഗ് എന്നാ കീറിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിൻ്റെ ബ്ലൗസിൻ്റെ ഇവിടുത്തെ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടേ. ചിലർക്ക് അങ്ങനത്തെയൊക്കെ ഒരു പറച്ചിലുണ്ടായിരിക്കാം കുറേ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ. പിന്നെ അതേ നിൻ്റെ ക്ലിപ്പ് അഴിഞ്ഞു പോയി, ഒക്കെ അടുത്ത് പോയിട്ട് നിന്നിട്ട് നിൻ്റെ പിന്നഴിഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ നിൻ്റെ പൊട്ട് ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ട്, അതൊന്ന് ശരിക്കും വെക്ക്. അതൊക്കെ നമുക്ക് മാന്യമായിട്ട് അടുത്ത് പോയിട്ട് നിന്ന് സംസാരിക്കാം. അങ്ങനെ എല്ലാവരും കൂട്ടത്തിൽ നിന്നിട്ടും പറയരുത്. അത് അവർക്കൊരു ഭയങ്കര, അവർക്കും വിഷമം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളോടത് അവർ നമ്മളെ ഒരു ഇത് കാണിക്കുന്നുണ്ടാവും, ഇവളോട് വന്നു ഇവള് ഇനി എന്തെങ്കിലുമൊക്കെ ഒച്ചത്തിൽ പറയുന്നത് തോന്നുമല്ലേ. അപ്പോൾ നമ്മളത് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കാം. ഇതിലൊക്കെ നമ്മുടെ സൗന്ദര്യം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയണത്. പിന്നെ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കാണ്ടിരിക്കുക. അതായത് കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ, നമ്മൾ ഫ്രണ്ട്സുമാരുടെ കൂടെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ കാര്യമായിട്ട് നമ്മൾ കുടുംബ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനിരിക്കുമ്പോൾ നമ്മളതിന് അതില്ലേ അതങ്ങനെയൊന്നുമല്ല കേട്ടോ അതിങ്ങനെയാണ്, അപ്പോൾ മറ്റേ ആൾ വേറെ എന്തെങ്കിലും പറയണ്ടാവും, അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ അതൊന്നല്ല അങ്ങനെ ഇതങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. അതൊക്കെ മോശ ശീലങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സൗന്ദര്യമാണ് പോണത്. നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
സൗന്ദര്യം എന്ന് പറഞ്ഞില്ലേ, കണ്ണും പൊട്ടും പിരികെഴുതിയത് കൊണ്ടല്ല ആ സൗന്ദര്യം. നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമാണ് അവിടെ നമ്മുടെ പോവുക. പിന്നെ അത് ഒരിക്കലും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വേണത് അങ്ങനെയുള്ളതൊന്നും പറയരുതെന്ന്. എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കാം, എന്നാലും ഞാനൊന്ന് എൻ്റെ അഭിപ്രായം പറയണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക, അതാണ് ഏറ്റവും വേണ്ട കാര്യം. അതൊക്കെ അനുഭവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കുന്നവരുണ്ട് അല്ലേ. ഞാനല്ല അതെല്ലാം പഠിച്ചതാണ്. ഞാൻ ഒരുപാട് അങ്ങനെയായിരുന്നു. പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെൻ്റെ ഫ്രണ്ട് തന്നെ, എൻ്റെ കൂട്ടുകാരി തന്നെ എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് അങ്ങനെ തുറന്ന് സംസാരിക്കും. അത് ഭയങ്കര കാര്യമാണ്. അത് ഒന്നാമത് സംസാരിക്കുമ്പോൾ നമ്മളുടെ വില മൊത്തം നമ്മളുടെ എല്ലാം ഊർന്നു പോയി. അതായത് നമ്മളെല്ലാം തുറന്ന് സംസാരിക്കാൻ പാടില്ല. ആവശ്യമുള്ളത് മാത്രം. നമ്മുടെ ആരും അല്ല അത്. നമ്മുടേന്ന് പറഞ്ഞിട്ട് ആരാ ഉള്ളത്? നമ്മുടെ ഭർത്താവ്, 2 മക്കൾ, 3 മക്കൾ, 4 മക്കൾ ആണെങ്കിൽ അത്. അല്ലാണ്ട് നമ്മൾ ഒരാളോടും ഒരു കാര്യവും തുറന്ന് സംസാരിക്കരുത്. നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം തുറന്ന് സംസാരിച്ചാൽ അത് നമ്മുടെ വില പോയി, നമ്മുടെ സൗന്ദര്യം പോയി. നമ്മൾക്ക് കുന്നോളം പൈസയും നമ്മൾക്ക് വലിയ പണക്കാരായിരിക്കാം നമ്മൾ. പക്ഷേങ്കിൽ നമ്മൾ ഈ തുറന്ന് സംസാരിക്കുമ്പോൾ അവിടെ നമ്മളുടെ വില പോവുക. ആ വിലയാണ് നമ്മുടെ സൗന്ദര്യം. അപ്പോൾ പരമാവധി തുറന്ന് സംസാരിക്കാം. എല്ലാം നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കാം. അത് ഒരാളോടും പറയില്ല എന്നുള്ളവരോട് മാത്രം തുറന്ന് സംസാരിക്കുക. അതുപോലെ രഹസ്യങ്ങളും പറയരുത്. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ രഹസ്യമൊന്നും പരമാവധി എല്ലാവരോടും തുറന്ന് പറയരുത്. അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളവരൊരു വിലയും ഇരുത്തും. നമ്മുടെ വില അവരൊരു വിലയിരുത്തും. അതായത് ഇവൾക്ക് ഇത്രയേ ഉള്ളൂ, ഇവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മളെന്തിനാണ് മറ്റുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ വില കളയണത് അല്ലേ? നമ്മളുടെ ആ ഒരു നമ്മളെ മറ്റുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് അവിടെ വില കുറഞ്ഞ് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാല്ലേ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. പിന്നെ ആ ലൈക്ക് ഒന്ന് തരണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തരണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.